തുമ്പ തുമ്പിയും ഹേമ ശൃംഖലയോടുകൂടി ഉഗ്രനായി തുറന്നു വളർന്ന വർത്തകനേശനെന്നിൽ. ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിൽ വാഴക്കാടുള്ള ശ്രീ പൂച്ചത്തൊടി ചോയ്പുലി ഭഗവതി ക്ഷേത്രത്തിൽ പ്രശസ്തമായ ചോയ്പുലിത്തിറ കാണാനായിട്ട് വന്നതാണ്. ചോയ്പുലിത്തിറ എന്നത് വാഴക്കാട് പ്രദേശത്തെ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടക്കപ്പെടുന്ന ഒരു പ്രധാന തിറ തെയ്യം ചടങ്ങാണ്. ഇത് സാധാരണയായി 3 വർഷത്തിലൊരിക്കൽ മാത്രമാണ് നടക്കുന്നത് എന്നതിനാൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ തിറയിൽ ചോയ്പുലി ദേവിയുടെ അവതാരവും ആചാരമായ നൃത്തവും വേഷാഭരണങ്ങളും പാരമ്പര്യ വാദ്യങ്ങളുടെയും ഒത്തുചേരലുമാണ് പ്രധാന ആകർഷണം. നാട്ടിലിറങ്ങിയ പുലിയെ പിടിക്കാനായിട്ട് അങ്ങ് വടക്കൻ കേരളത്തിൽ നിന്ന് ആയോധന കലകളെല്ലാം പരിശീലിച്ച ഒരാളെ കൊണ്ടുവരികയാണ്. അയാളുടെ പേരാണ് ചോയ്. ഈ ഒരു രംഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടും. കണ്ടോ, പുലിയായിട്ട് സങ്കല്പിച്ച് പുലിയുടെ മേലിരിക്കുന്ന തിറ, ചോയ്പുലിത്തിറ. യോദ്ധാവും നിത്യബ്രഹ്മചാരിയുമായിരുന്ന ചോയിയുടെ കൂടെ ജ്യേഷ്ഠനായ കേളുക്കുറുപ്പും എത്തിയിരുന്നു. ഈ ഒരു കമ്പിയിൽ പുലിയുടെ മുഖംമൂടി വെച്ച് പുലിയായി സങ്കല്പിച്ച് അതിൻ്റെ മേൽ ചോയ്പുലിത്തിറ ഇരുന്ന് 3 തവണ ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കും. നാട്ടിൽ ഭീതി പടർത്തിയ പുലിയെ നാട്ടുകാരുടെ രക്ഷയ്ക്കായി ചോയ് പിടിച്ചു. അതിനുശേഷം ചോയിയും ജ്യേഷ്ഠനായ കേളുക്കുറുപ്പും പൂച്ചത്തൊടി കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവിടെ സ്ഥിരതാമസമാക്കി. അതിനുശേഷം പൂച്ചത്തൊടിയിൽ ഒരു കളരി സ്ഥാപിക്കുകയും ചോയ് അവിടുത്തെ ഗുരുവാകുകയും ചെയ്തു. നിത്യബ്രഹ്മചാരിയായിരുന്ന ചോയ് കഠിന ധ്യാനത്തിലൂടെ ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തുകയും അതിലൂടെ അമാനുഷികമായ ശക്തി കൈവരിക്കുകയും ചെയ്തു. കാലങ്ങൾക്കിപ്പുറം ചോയ് പൂച്ചത്തൊടിയിലെ ഗുരുദേവനായും ഭഗവതി ഉപാസനാമൂർത്തിയായും നിലകൊള്ളുന്നു. ഈ ഒരു തിറയുടെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമാണ് കാണാൻ. ഭയങ്കര രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഭഗവതിയെ കാണാം നമ്മൾക്ക്. ഈ ഒരു തിറയോട് ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടിയുണ്ട് എനിക്ക് പറയാൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ തിറ കണ്ട് ആസ്വദിച്ചോളൂ. പഴയകാലത്ത് വാഴക്കാട് പ്രദേശം കാടുകളാൽ ചുറ്റപ്പെട്ടിരുന്നതായി വിശ്വസിക്കുന്നു. അവിടെ കാട്ടുമൃഗങ്ങളുടെയും അശുഭ ശക്തികളുടെയും ഉപദ്രവം കൂടുതലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഗ്രാമവാസികളുടെ പ്രാർത്ഥന കേട്ട ഭഗവതി ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദുരാത്മാക്കളെയും അപകടങ്ങളെയും നശിപ്പിച്ചുവെന്നാണ് വിശ്വാസം.